Hi students, welcome to our online class. Anyway, I hope you remember the things that I taught you in the last lecture, and that is about spherical polar coordinates. Right? Do you remember that? Anyway, ശരിക്കും അങ്ങോട്ട് നമ്മുടെ ടഫ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കടക്കാൻ പോവാണ്. റൈറ്റ്? സോ ബി സീരിയസ് ആൻഡ് ലിസൺ. അപ്പോൾ anyway, അപ്പോൾ നമ്മൾ ഇത്ര നാൾ നമ്മുടെ കയ്യിൽ എക്സ് വൈ സെറ്റ് അല്ലേ, നമ്മൾ ഈ 3 ഡയമെൻഷൻ സ്പേസിലുള്ള ഏത് പോയിന്റിനെ നമുക്ക് അഡ്രസ് ചെയ്യാനും റെപ്രസെന്റ് ചെയ്യാനും വി ആർ യൂസിങ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെറ്റ് ആക്സിസ് ഓർ എക്സ് വൈ സെറ്റ് അല്ലേ. We will assign a certain value of x, y, z to that point and we will represent it with its position vector or such things. Okay. Whatever, any vector in this 3-dimensional space previously we represented by our Cartesian coordinates x, y, z. Okay, അല്ലെ i cap, j cap, z cap. ഈ മൂന്ന് ഓർത്തോഗണൽ ആയിട്ടുള്ള മൂന്ന് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ക്ലിയർ അല്ലേ? Now we transformed or now we are dealing with the SPC, spherical polar coordinates, and the basic idea of the transformation or the relation between x and xyz to r theta phi were already discussed. Okay, അപ്പോൾ നമ്മൾ എക്സും വൈ സെറ്റും ആർ തീറ്റ ഫൈ തമ്മിലുള്ള ബന്ധമൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പം നമുക്ക് ഇനി ഓരോന്നും വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. അതിനൊന്നും യാതൊരു പ്രയാസമില്ല. കിട്ടിയില്ലെങ്കിൽ ഈ ചിത്രം ഇത് വരയ്ക്കാൻ ഒരു പ്രയാസമില്ലാത്തതാണ് അല്ലെ, നമുക്കറിയാം. എനിവേ, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നമുക്കുള്ളത് എക്സ് വൈ സെറ്റ് അല്ല, പകരം ആർ തീറ്റ ഫൈ ആണ്. റൈറ്റ്? where r is the magnitude of position vector അല്ലേ. ഈ പോയിന്റിലേക്ക് വെക്ടർ വരച്ചത് നമ്മൾ പൊസിഷൻ വെക്ടർ എന്നാണ് കണ്ടുപിടിച്ചത്. ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് r അല്ലേ. this r is the magnitude, right? and of course theta എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ നമ്മുടെ z ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ആൻഡ് ഡെഫിനറ്റ്ലി അതിന്റെ പ്രൊജക്ഷൻ xy പ്ലെയിൻ എടുത്താൽ അത് x ആക്സിസുമായിട്ട് പ്രൊജക്ഷൻ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് phi. that we know. now ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയട്ടെ. ഇവിടെ തീറ്റനെ നമ്മൾ പോളാർ ആംഗിൾ എന്ന് വിളിക്കും. ഓക്കെ, ഇത് പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. തീറ്റനെ വിളിക്കുന്ന പേരെന്താ? പോളാർ ആംഗിൾ. ഫൈനെ വിളിക്കുക അസിമുത്തൽ ആംഗിൾ എന്നാ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. തീറ്റ എന്താണ്? പോളാർ ആംഗിൾ. ഓക്കെ, റിമെമ്പർ ദാറ്റ്. ആൻഡ് ഫൈ ഈസ് അസിമുത്തൽ. സോറി, yes, azimuthal angle. Right? So anyway, polar angle and azimuthal angle മറന്നു പോയത്. രണ്ട് ആംഗിൾ നമുക്കുള്ളത്. പിന്നെ 6 പൊസിഷൻ വെക്ടർ ആണ് അല്ലേ. സോ പൊസിഷൻ വെക്ടർ ആൻഡ് 2 ആംഗിൾസ്, പോളാർ ആംഗിൾ ആൻഡ് അസിമുത്തൽ ആംഗിൾ. ഓക്കെ, അതിലൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ. റൈറ്റ്? നൗ ഇതിൽ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അതായത് from where to where the limit of r, theta and phi runs. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസ് നമുക്ക് വേണമെങ്കിൽ 0 തുടങ്ങിയിട്ട് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ. അതുപോലെ r, theta, phi from where to where it extends. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു, നിങ്ങൾ വോളിയം കാണുന്നു. അങ്ങനെ വോളിയം കാണുമ്പോൾ നിങ്ങൾക്ക് r, theta, phi ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എക്സ് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമ്മൾ ഇൻ്റഗ്രൽ ഡി എക്സ് നിങ്ങൾ ലിമിറ്റ് കൊടുക്കും 0 to l എന്ന് വെച്ചാൽ എക്സ് ആക്സിസ് അല്ലെ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് 0 മുതൽ l വരെയാണ്. നമ്മൾ മുമ്പൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തല്ലേ. അതുപോലെ ഫ്രം വേർ ടു വേർ യു നീഡ് ടു ഇന്റഗ്രേറ്റ് r, theta and phi. അതേ പ്രോബ്ലം വരുമ്പോഴേ കൂടുതൽ ക്ലിയർ ആവുള്ളൂ. എനിവേ, വാട്ട് ഈസ് ദി ലിമിറ്റ് ഓഫ് ദീസ് 3 coordinates? That is a very important question and we need to see what's the limit. So come and follow me. Listen, actually r starts from our origin. This is our origin. Okay, usually we take it as 0 0 0. Okay, 3 planes, xz plane, zy plane, xy plane കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ലേ. അതാണ് 0 0 0 ആണെന്ന് സാധാരണ എടുക്കാറ്. no matter. Anyway, so r can runs from 0 to r വരിക എത്ര മണി കിട്ടാം അല്ലേ. it can goes to infinity. So usually the limit of r is 0 to infinity.
Okay, so r ന്റെ ലിമിറ്റ് എടുത്തിട്ട് വരിക 0 to infinity ആണ്. But in problems, in particular problems, നമ്മൾ r നെ ഇൻഫിനിറ്റി ഒന്നും എടുക്കൂല. നമുക്കൊരു സ്പിയർ ഒക്കെയാണ് മിക്കവാറും നമ്മുടെ പ്രോബ്ലത്തിൽ വരിക. ആ സ്പിയറിന്റെ റേഡിയസ് അതായിരിക്കില്ല ഈ r അല്ലേ, അത് 0 to infinity റൺ ചെയ്യും. നമ്മൾ ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള സ്പിയർ നമ്മൾ അങ്ങനെ എവിടെയും കൺസിഡർ ചെയ്യാറില്ല. നമ്മുടെ പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ വി മേ സേ ക്യാപിറ്റൽ ആർ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ this is 0 to capital R. Okay, infinity ക്ക് വരുന്ന capital R. So R generally runs from 0 to, or R can run from 0 to infinity, but in problems we usually doesn't run to infinity. Other problem dependent ആണ്. Infinity runs in the problem ഉണ്ടെങ്കിൽ of course you may use this, but it is not necessary. Okay, depends on the problem. I will show you. Anyway, അതിന് തീറ്റ റൺ ചെയ്ത് നോക്കണം, അതുപോലെ ഫൈ റൺ ചെയ്ത് നോക്കണം. അത് രണ്ടും ഒരുമിച്ച് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്, എന്താന്ന് വെച്ചാ ഇവിടെ ശരിക്കും തീറ്റയും ഫൈയും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ റൺ ചെയ്യിക്കാം. അതായത് ഐദർ തീറ്റ ഇതാണല്ലോ z ആക്സിസ് ആണല്ലോ, അപ്പോ നമുക്ക് ഈ വെക്ടർ z ആക്സിന് പറ്റിയിട്ടാണ് വിചാരിക്കും. അതായത് തീറ്റ എത്ര 0. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഈ 0 തുടങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റി തിരിച്ച് z ആക്സിലേക്ക് വരാം. 2π 360 ഡിഗ്രി 2π റൊട്ടേഷൻ അല്ലേ. അപ്പൊ തീറ്റക്ക് വേണമെങ്കിൽ 0 to 2π റൊട്ടേറ്റ് ചെയ്യാം. ബട്ട് തീറ്റ 0 to 2π റൊട്ടേറ്റ് ചെയ്താൽ ഫൈ നിങ്ങൾക്ക് ഈ സ്പേസ് മൊത്തം കവർ ചെയ്യണം. ലിമിറ്റ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പേസ് മൊത്തം കവർ ആവണം, അതല്ലേ ഉദ്ദേശമുള്ളൂ അല്ലേ. അപ്പൊ ആറ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 0 to infinity അല്ലെ പ്രോബ്ലം അനുസരിച്ച് നമുക്ക് മനസ്സിലായി. എനിവേ തീറ്റയും ഫൈയും എങ്ങനെയാണല്ലോ നോക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഉദ്ദേശം, സ്പേസ് കവർ ആവണം വിത്തൗട്ട് ഡബിൾ കൗണ്ട് ദി പോയിന്റ്. ഞാൻ ഇവിടെ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ തീറ്റയിൽ ഫൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഓരോ പോയിന്റും എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം. ബട്ട് ഓരോ പോയിന്റ് 2 പ്രാവശ്യം കൗണ്ട് ചെയ്ത് വരുത്, അപ്പൊ ഉത്തരം ഡബിൾ ആവും, തെറ്റിപ്പോകും. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തീറ്റ 2π റൺ ചെയ്താൽ ഫൈ നിങ്ങൾക്ക് എക്സിന്റെ എവിടെ നിന്ന് തുടങ്ങിയിട്ട് -x പൈ 150 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, റൺ ചെയ്യേണ്ടി വരും. റൈറ്റ്, ഓക്കെ, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ തീറ്റ 2π റൺ ചെയ്തിട്ട് ഫൈ നിങ്ങൾ 2π തന്നെ 2π റൺ ചെയ്തിട്ടോ കുഴപ്പമുണ്ടോ. ഇതാണ് ഇവിടുന്ന് തുടങ്ങുന്നെങ്കിൽ ഇങ്ങനെ ഫൈ കൂടി കൂടി വന്ന് ഫൈ ഇങ്ങനെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, എക്സിൽ തന്നെ എത്താം. അപ്പൊ ഫൈ എത്ര 2π ആ. പക്ഷെ അങ്ങനെ റൺ ചെയ്യുമ്പോൾ ഓരോ പോയിന്റ് 2 പ്രാവശ്യം ഷെയ്ഡ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോ തീറ്റ 2π റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ ഫൈ പൈയെ റൊട്ടേറ്റ് ചെയ്യണം. തിരിച്ചാവാം. തീറ്റ 0 to π ഇവിടെ മുതൽ -z വരെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ഫൈ എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യണം 0 to 2π. ഇവിടുന്ന് തുടങ്ങുന്ന ഈ പ്രൊജക്ഷൻ x ആക്സിസ് ആയിരിക്കും, അത് ഇങ്ങനെ റൊട്ടേറ്റ് ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ യൂഷ്വലി എടുക്കുന്നത് സൈനിന് -sin തീറ്റ അതൊരു മൈനസിന്റെ പ്രോബ്ലം ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറലി റൺ ചെയ്യുന്നത് തീറ്റ 0 to π റൺ ചെയ്യും. അപ്പൊ ഫൈ എടുത്തിട്ട് റൺ ചെയ്താൽ മതി, മൊത്തം 360 0 to 2π അല്ലേ. സോ ഫൈ റൺസ് ഫ്രം 0 to 2π 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ തീറ്റ എത്ര റൺ ചെയ്യണ്ടോ, 0 to π. ഓക്കെ, doesn't run this from 0 to 2π. രണ്ടും 2π റൺ ചെയ്താൽ പോയിന്റ്സ് r റേഡിയസിലുള്ള പോയിന്റ്സ് ഡബിൾ കൗണ്ട് ചെയ്യപ്പെടും. ഓക്കെ, സോ ഫൈ 0 to 2π റൺ ചെയ്യുമ്പോൾ തീറ്റ 0 to π റൺ ചെയ്യുന്നത്. ഓക്കെ, ഇത് എല്ലാ പ്രോബ്ലത്തിലും ഈ ലിമിറ്റ് ഏതാണ് നിങ്ങൾക്ക് തന്നെ വരിക. ഓക്കെ, അത് നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നും ഇവിടെ വരാറില്ല, കാരണം മൊത്തം സ്പേസ് എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റൺ ചെയ്യണം. ഓക്കെ, പിന്നെ ആ സ്പിയറിന്റെ റേഡിയസിലെ മാറ്റം വരാൻ പോകുന്നുള്ളൂ അല്ലെ യൂഷ്വലി. അപ്പൊ നമ്മൾ ആറിന്റെ ലിമിറ്റ് ശ്രദ്ധിക്കണ്ടു. തീറ്റയും ഫൈയും അത് ഇതുപോലെ തന്നെയാണ് പ്രോബ്ലത്തിൽ വരിക. ഓക്കെ, ഫൈ ആണെങ്കിൽ 0 to 2π 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. തീറ്റ ആണെങ്കിൽ 0 to π 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. Okay, so our problem solved. We have obtained what? Yeah, the limit. R runs from 0 to infinity while theta runs from 0 to π, and phi, the third coordinate, azimuthal angle, runs from 0 to 2π. Okay, is it clear for you? Right, so then we can move on to the next section. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. റൈറ്റ്, അതായത് നമ്മളിപ്പോ
നമുക്ക് ഇനി വേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? അതായത് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ നമ്മളെ യൂഷ്വൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നിങ്ങൾ ലൈൻ ഇന്റഗ്രൽ നടത്തുവാന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ എക്സ് ആക്സിലൂടെയുള്ള ലൈൻ 1 ഡയമെൻഷൻ ആണ്. അപ്പോൾ ഞാൻ സാധാരണ എടുക്കാറ് ഇതാ, ഇപ്പോൾ എനിക്ക് ഒരു എക്സിനാണ് എന്ത് ചെയ്യേണ്ടത്, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലുള്ള സ്മോൾ എലിമെന്റ് അല്ലേ, ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഏത്, സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഏത്, ഡി എക്സ് അല്ലേ, ശരിയല്ലേ? അപ്പൊ ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഇവിടെ എഫ് ഓഫ് എക്സ് എന്തെങ്കിലും ആവട്ടെ, ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ ആണ് ഡി എക്സ്, അതുപോലെ വൈ ഡയറക്ഷൻ ഡി വൈ, z ഡയറക്ഷൻ ഡി സെറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ സ്മോൾ ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെന്റ് അതെന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇന്റഗ്രേഷൻ, ലൈൻ ഇന്റഗ്രേഷൻ, ഇനി സ്മോൾ ഇൻഫിനിറ്റിസിമൽ ഏരിയ അത് നമ്മൾ ഡി എ നമ്മൾ വിളിക്കാറ്, അതുപോലെ സ്മോൾ വോളിയം എന്താ ഡി ടോ അല്ലെ ഡി വി എങ്ങനെ വിളിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്കെ ഫോം നമ്മൾ അറിഞ്ഞാലേ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, ശരിയല്ലേ? പക്ഷെ കാർട്ടീഷ്യൻ ആയതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല. ഇതാ 3 ഡയമെൻഷൻ ആണെങ്കിൽ തന്നെ ഡി എക്സ് ഐ ക്യാപ് പ്ലസ് അല്ലെ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഡി എൽ ആണെന്ന് വിചാരിക്കുക. ഈ കാർട്ടീഷ്യൻ സ്പേസിൽ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഡി എൽ, ഇതിനെ കറസ്പോണ്ട് ചെയ്യുന്നത് ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ് പ്ലസ് ഡി സെറ്റ് കെ ക്യാപ് ദാറ്റ് വി നോ. അതുപോലെ ഏരിയ ഡി എ ആണെങ്കിലോ അത് ശ്രദ്ധിക്കണം. ഇപ്പൊ എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ ഡി എക്സ് ഡി വൈ എന്ന് വരിക അല്ലേ, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാ, നേരെ z ആക്സിസ് ഡയറക്ഷനിലേക്കാ. അപ്പൊ അല്ലേ, അപ്പൊ അത് ഡി ആൻഡത് ഇക്വേഷൻ വ്യത്യാസം ഉണ്ടാവും, അത് ഏത് പ്ലെയിനിൽ എടുക്കുന്നതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള ഇപ്പൊ ഡി ടോ ആണെങ്കിലോ യെസ് ഡി എക്സ് ഡി വൈ ഡി സെറ്റ്, അത് സ്കെയിലർ ആണ്, അതിന് ഡയറക്ഷൻ ഡി എക്സ് ഡി വൈ ഡി സെറ്റ് അല്ലേ. അപ്പൊ ഇതുപോലെ നമ്മൾ ഡി എൽ ഡി എ ഡി ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നമുക്കറിയാം, അത് ഒരു പ്രയാസമില്ല. നമുക്കിനി അറിയേണ്ടത് എവിടെയാ, നമ്മുടെ പുതിയ ആർ തീറ്റ ഫൈലാണ്, അഥവാ SPC സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലാണ്. ഓക്കെ, പ്രയാസമൊന്നുമില്ല, ഞാൻ എന്നെ ഫോളോ ചെയ്യാം, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്നും ഞാൻ ഇങ്ങനെ ഒരു പക്ഷേ ഒരു 90% ഇതൊക്കെ എങ്ങനെയാ വന്നതെന്നോ, ഡി എൽ എങ്ങനെയാണ് സ്ഫെറിക്കലിൽ എഴുതുവാന്നോ നേരിട്ട് ചോദിക്കാനോ അത് അതിന്റെ സ്റ്റെപ്പ് കാണിക്കാനോ ചോദിക്കാനോ സാധ്യത കുറവാണ്. പ്രോബ്ലം ചെയ്യാനാണ് മിക്കവാറും വരിക. ഓക്കെ, ബട്ട് അത് ബൈഹാർട്ട് പഠിക്കുക അല്ലെങ്കിൽ അതെങ്ങനെയാ വന്നതെന്ന് അറിയാണ്ടിരുന്നാൽ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നും, അല്ലെ ഡി എൽ ഇക്വേഷൻ ബൈഹാർട്ട് പഠിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാ വരുന്നത്. ഓക്കെ, പ്രോബ്ലത്തിൽ നമുക്ക് അത് ഉപയോഗിക്കാനാണ് വരാറ്. ഡി എൽ എടുത്തിട്ട് അങ്ങ് നേരെ കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ എന്തൊരു ബൈഹാർട്ട് പഠിച്ച് കൊടുക്കുന്ന ഒരു ഫീലാണ്, അത് ഒഴിവാക്കണം. ഓക്കെ, അപ്പൊ അതെങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കി വെച്ചാൽ അത് ഒഴിവാകുകയും ചെയ്യും. പിന്നീട് വേറെ ഗുണം എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നമുക്ക് ഇക്വേഷനിലെ ചേഞ്ചസ് നമുക്ക് തന്നെ വരുത്താൻ പറ്റും. ഓക്കെ, ഇല്ല നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം ഒക്കെ തെറ്റിപ്പോകും. സോ ഡോണ്ട് സ്റ്റഡി എനിത്തിങ് ബൈ ഹാർട്ട്. ഇവിടെ ആ തീറ്റ ഫൈ ഒന്നും ഞാൻ ബൈ ഹാർട്ട് പഠിപ്പിച്ചിട്ടില്ല, എങ്ങനെ വന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ യൂണിറ്റ് വെക്ടേഴ്സ് ആർ ക്യാപ് തീറ്റ ക്യാപ് ഫൈ ക്യാപ് നമുക്കറിയാം എങ്ങനെയാണുള്ളത്. അതുപോലെ അടുത്തത് ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം? ഓക്കെ, അതിന് നോക്കുക. എന്റെ വെക്ടർ ആർ ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ദിസ് ഈസ് ആർ. ഈ പോയിന്റിലേക്ക് ഇതാണേ. ഇവിടെ നിന്ന് ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്, ഏത് ആറിന്റെ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ്. നിങ്ങൾക്ക് എന്താ നേരത്തെ കാർട്ടീഷ്യനിൽ എക്സിന്റെ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് വൈയുടെ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് സെഡിന്റെ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ ഇവിടെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഒരു ടോട്ടൽ ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെന്റ് ഡി എൽ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, ഡി എൽ ആറിന്റെ ഡയറക്ഷനിലുള്ള ഡി എൽ കിട്ടണം. ഓക്കെ, അതുപോലെ പ്ലസ് ആരെ ഡി എൽ ഇൻ തീറ്റ ഡയറക്ഷൻ പ്ലസ് ഡി എൽ ഇൻ ഫൈ ഡയറക്ഷൻ. അപ്പൊ 3 കൂട്ടിയാ പോരെ. നേരത്തെ ഡി എക്സിന്റെ ഡയറക്ഷനിലുള്ളത് ഡി വൈയുടെ ഡി സെറ്റ് കൂട്ടിയ പോലെ ഇവിടെ ആറിന്റെ ഡയറക്ഷനിലുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആഡ് ചെയ്യണം. ആരുടെ
തീറ്റയുടെ ഡയറക്ഷനിലെ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്, ഫൈയുടെ ഡയറക്ഷനിലെ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ആദ്യം ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഓരോ ഡയറക്ഷനിലുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. ആറിന്റെ ഡയറക്ഷനിൽ വേഗം കഴിയും. ഇതാണ് ആർ. അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാ. അവിടേക്കുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എന്താ? ഡി ആർ ആണ് അല്ലെ? അതേതാ? ഡി ആർ ഡയറക്ഷൻ ഏതാ? നമ്മുടെ ആർ ക്യാപ്പിന്റെ ഡയറക്ഷൻ തന്നെയാണ്. ശരിയല്ല? അപ്പൊ ഇതില് ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി സിമ്പിൾ, ഡി ആർ ആർ ക്യാപ്പ് ആണ്. ഓക്കെ, അപ്പോ സ്മോൾ അല്ലെങ്കിൽ ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ആർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഡി എൽ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. അത് ഡി ആർ ആണ്. അത് ആർ ക്യാപ്പിന്റെ ഡയറക്ഷനിൽ തന്നെയാണ്. സോ വെക്ടർ ഡി എൽ ആർ എന്ന് പറഞ്ഞാൽ ഡി ആർ ആർ ക്യാപ്പ്. ക്ലിയർ അല്ലേ? അപ്പോ എനിക്ക് വേണ്ടത് ടോട്ടൽ ഈ സ്പേസിലുള്ള ഇൻഫിനിറ്റിസിമൽ, ഇവിടെയുള്ള ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, തീറ്റക്കുള്ളത്, ഫൈക്കുള്ളത് കാണണം. ആറുള്ളത് വേഗം മനസ്സിലായി, ഒരു പ്രയാസമില്ല. തീറ്റക്കുള്ളത് നോക്കാം അല്ലേ? ഇവിടെ അല്ലേ എന്റെ ആറുള്ളത്. അത് ഞാൻ എന്ത് ചെയ്യാം? തീറ്റയുടെ ഡയറക്ഷൻ ഇത് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കുറച്ചൊന്ന് ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത് നോക്കാം. ഒക്കെ ഒരു ഡി തീറ്റ ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത് നോക്കാം. ഇതാണ് എന്റെ എന്താണ് ആർ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളുടെ ഇതാണ് തീറ്റ ആംഗിൾ. ഇത് സെഡ് ആക്സിസ് ആണ്, തീറ്റ ആംഗിൾ. ഓക്കെ, അത് മനസ്സിൽ വേണം. പക്ഷെ ഞാനിപ്പോ തൽക്കാലം അത് വരക്കുന്നില്ല. ഓക്കെ, വെറുതെ പിക്ചർ കൺഫ്യൂഷൻ ആക്കണ്ട. സോ ഇതാണ് ആറ്. ഇതിനെ ഞാൻ താഴോട്ടേക്ക് ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ്മെന്റ് ചെയ്തു തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷനില്. ഓക്കെ, അതിൽ ഡി തീറ്റ ഡിസ്പ്ലേസ് ചെയ്തു. ഇവിടെ എത്തി. എത്ര ആംഗിളാണ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തത്? ഡി തീറ്റ. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്ക് ഇങ്ങനെ സെഡ് ആക്സിസ് ഉണ്ട്. ഇതാണ് നിങ്ങളുടെ തീറ്റ. ഇതായിരുന്നു വെക്ടർ. അത് ഞാൻ എന്ത് ചെയ്തു? ഒരു ഡി തീറ്റ ഡിസ്പ്ലേസ് ചെയ്തു. ഞാൻ റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ ആണ് എത്ര? ഡി തീറ്റ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എത്ര വരും? ഇതാണ് ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ തീറ്റാസ് ഡയറക്ഷൻ. എന്താ വരിക? ആംഗിൾ ഡി തീറ്റ. സ്മോൾ ആംഗിൾ ആണ് അല്ലേ? ഈ പൊസിഷൻ വെക്ടർ ആർ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഈ ആംഗിൾ ഇൻറ്റു ഈ പൊസിഷൻ വെക്ടർ ചെയ്ത ഈ ആർക്ക് ലെങ്ത് കണ്ടുപിടിച്ച ഓർമ്മയില്ലേ? അത് കിട്ടും. സോ ഈ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഈ ആംഗിൾ ഇൻറ്റു ഈ റേഡിയസ് ചെയ്താൽ മതി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ മാറ്റം. ഓക്കെ, എന്താ വരിക? ആർ ഇൻറ്റു ഡി തീറ്റ. അതാണ് ഈ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. ഈ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മുടെ ഡി എൽ തീറ്റ. തീറ്റക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഇൻറ്റു റേഡിയസ് ആണ്. അത് ആർ ഇൻറ്റു ഡി തീറ്റ. ശരിയല്ലേ? ഇനി ഈ ഡി എൽ തീറ്റ ആറ് ഡയറക്ഷനില്ല, നിങ്ങളുടെ തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷനിലെ അല്ലെ? തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷനിലെ. സോ ഡയറക്ഷൻ ഈസ് തീറ്റ ക്യാപ്പ്. അപ്പൊ ഇത് വെക്ടർ ആയി. ഓക്കെ, അപ്പൊ ഇയാളെയും കിട്ടി. ആരാണ്? ആർ ഡി തീറ്റ തീറ്റ ക്യാപ്പ്. ഓക്കെ, അപ്പോ ആറിന്റെ ഡയറക്ഷനിലുള്ള സ്മോൾ എലിമെന്റൽ ഡിസ്പ്ലേസ്മെന്റ് അത് നമുക്ക് ഡി എൽ ആർ എന്ന് വിളിക്കും. അതെന്താണ്? ഡി ആർ ആണ്. ഡയറക്ഷൻ ആർ ക്യാപ്പ് ആണ്. അപ്പൊ ഡി ആർ ആർ ക്യാപ്പ് ആണ്, ഡി എൽ ആർ. ക്ലിയർ അല്ലേ? ഇനി തീറ്റയിലുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അത് ഞാൻ എന്ത് ചെയ്തു? ഇപ്പോ തീറ്റ ആംഗിൾ ആണ് ആർ നിൽക്കുന്നത്. ഞാൻ ഡി തീറ്റ ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പൊ വന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആംഗിളിൽ വന്ന മാറ്റില്ല ചോദിക്കുന്നത്. ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെന്റ് ഡി എൽ തീറ്റ ആണ്. അത് ഈ ഭാഗം, ഈ ആർക്ക് ലെങ്ത് ആണ്. അത് പറഞ്ഞാൽ റേഡിയസ് ഇൻറ്റു ആംഗിൾ ആർ ഡി തീറ്റ ആണ്. ഇനി ഡയറക്ഷൻ ഏതാ? തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് ഡി ആർ ഡി തീറ്റ തീറ്റ ക്യാപ്പ് കൊടുത്തു, മാറ്റി എഴുതി വെച്ചു. ഇനി നമുക്ക് അടുത്ത ആരെ കാണാം? ഫൈ ക്യാപ്പിനെ കാണാം. ഞാനിത് മയക്കോണേ എല്ലാം വേണ്ട, നമുക്ക് ഇങ്ങോട്ട് എഴുതാം. മൂന്ന് ഒരേ സമയം പിക്ചറിൽ നിന്നോട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സ് വൈ സെറ്റ് പ്ലെയിന് വരയ്ക്കാം. എന്നാലും കുറച്ചുകൂടെ ക്ലിയർ ആവും ഫൈയുടേത്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇതാണ് ഏത്? നിങ്ങളുടെ ഫൈ ആംഗിൾ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പ്രൊജക്ഷനാണ് കുറച്ച് ഇങ്ങോട്ട് നീക്കി. അല്ല, ഇത് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കണേ. യെസ്, ഈ ഒരു ലെങ്ത് ഇതാണ് ഏതാങ്കില്? ടി ഫൈ. ഇത് ഫൈ ആണെങ്കിൽ ഇത് ഫൈ ആംഗിൾ ആണെങ്കിൽ ഇത് ഞാൻ എത്ര റൊട്ടേറ്റ് ചെയ്തു? ഡി ഫൈ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് ഏത്? നിങ്ങളുടെ
ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ് കറസ്പോണ്ടിങ് ടു ഫൈ. അതെന്താ വരിക? ഇവിടെ അല്ല, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലെങ്ത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ dl ഫൈ. ഇതേതാ ഡയറക്ഷൻ? നിങ്ങളുടെ ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷൻ. സോ തീറ്റ അല്ല, ഫൈ ക്യാപ്പ്. ഓക്കെ, റൈറ്റ്. ക്ലിയർ ആവുന്നുണ്ടോ നോക്കണേ. നോക്കിക്കോ, ഇതാണ് എന്റെ പ്രൊജക്ഷൻ. ഞാൻ എന്നെ d5 റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള വെക്ടർ ഇവിടെ എത്തി അല്ലേ? അതായത് ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ dl5. കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരത്തെ അതേ കാര്യം ഉപയോഗിക്കുക. ആംഗിൾ d5 ആണ് അല്ലേ? അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് dl5 ആണ്. അപ്പൊ ആംഗിള് d5 ആണ് ഇൻറ്റു ഈ റേഡിയസ്. ഈ പ്രൊജക്ഷൻ എത്രയാ? ഓർമ്മയുണ്ടോ? മുമ്പ് കേട്ടിട്ടുണ്ട്. ഈ പ്രൊജക്ഷൻ എത്രയാ? ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് തീറ്റ ആണെങ്കിൽ ഇത് r sin തീറ്റ, ഇത് r cos തീറ്റ, ഇത് r sin തീറ്റ. അപ്പൊ ഈ പ്രൊജക്ഷൻ r sin തീറ്റ ആണ്. ഞാൻ ഇവിടെ എഴുതുന്നില്ല, സ്ഥലമില്ല. അപ്പൊ ഈ പ്രൊജക്ഷൻ r sin തീറ്റ ആണ്, ആംഗിൾ d5 ആണ്. അപ്പൊ r sin തീറ്റ ഇൻറ്റു d5 ആണ് ഈ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. r sin തീറ്റ ഇൻറ്റു d5. ഇനി ഏത് ഡയറക്ഷനിലേക്കാ? ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷനിലേക്കാ. അപ്പൊ ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പൊ ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഫൈ ഡയറക്ഷൻ dl5. അതെങ്ങനെ കാണാം? d5 ഇൻറ്റു ഈ പ്രൊജക്ഷൻ. അപ്പോ പ്രൊജക്ഷൻ r sin തീറ്റ ആണ്. അപ്പൊ r sin തീറ്റ ഇൻറ്റു ആംഗിൾ d5 ആണ് അല്ലേ? ഇനി ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷനിലല്ലേ ഡിസ്പ്ലേസ്മെന്റ് കാണുന്നത്? സോ ഫൈ ക്യാപ്പ്. അപ്പൊ നമുക്ക് dl5 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എഴുതി വെച്ചൂടെ? എങ്ങനെ എഴുതി വെക്കാം? ഓക്കെ, ഞാൻ മയക്കുവാണ്. ശരിക്കും നോക്കുക. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് dl അത് കാണണമെങ്കിൽ ഓരോന്നും ആഡ് ചെയ്യണം. ആറിൻ്റെത് തീറ്റ ഫൈ, ആറിൻ്റെത് dr r cap പ്ലസ് തീറ്റൻ്റെത് r d തീറ്റ തീറ്റ cap പ്ലസ് പ്ലസ് ഫൈയുടേത് ഇതാ ആരാ? ഒന്ന് വായിച്ചോട്ടെ. r sin തീറ്റ d5 phi cap. Okay, so this is the this is the infinitesimal displacement. That means small displacement in SPC. അപ്പോൾ ഈ സ്പേസിൽ എവിടെയെങ്കിലും സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് dl കാണാൻ പറഞ്ഞാൽ അതിന്റെ ഫോം എന്താണ്? SPC യിലെ dr r cap plus r d theta theta cap plus r sin theta d5 phi cap. ഓക്കെ, അപ്പോൾ ആലോചിച്ചു ഇതിങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച സ്ഥലത്ത് എഴുതുന്നതും ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുന്നതിൽ എന്തോരം വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ കാണിച്ചത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. ഇനി ഏരിയ നോക്കാം, വോളിയം നോക്കാം. ആദ്യം വോളിയം നോക്കാം, എന്നിട്ട് ഏരിയ നോക്കാം. ഏരിയ ഞാൻ പറഞ്ഞില്ല ഡിഫറെന്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്കത് അവസാനം നോക്കാം. അടുത്തതായിട്ട് വോളിയം നോക്കാം. ഓക്കെ, നൗ ഇൻഫിനിറ്റസിമൽ വോളിയം, അതായത് ഇവിടെ നമ്മൾ സ്ഫിയർ കൺസിഡർ ചെയ്ത് ആ റേഡിയസിൽ സ്ഫിയർ കൺസിഡർ ചെയ്താൽ ആ സ്ഫിയറിനകത്തുള്ള ചെറിയൊരു വോളിയം അത് നമ്മൾ ഡീറ്റോ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? സാധാരണ നമ്മൾ കാർട്ടീഷ്യൻ ആണെങ്കിൽ dx dy dz മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ വോളിയം കിട്ടുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് dlr dl തീറ്റ dl ഫൈ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ശ്രദ്ധിക്കണം, വോളിയം ആണ്. അപ്പൊ നമുക്ക് dlr വെക്ടർ dlr അല്ല, നമുക്ക് എന്തേ വേണ്ടു? അതിന് മാഗ്നിറ്റ്യൂഡേ വേണ്ടു, ഡയറക്ഷൻ ആവശ്യമില്ലല്ലോ. dlr മാഗ്നിറ്റ്യൂഡ് എന്താ? അത് dr മാത്രമാണ് അല്ലേ? dr ഇൻറ്റു അത് dl തീറ്റ, മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ തീറ്റ ക്യാപ്പ് ഉണ്ടാവില്ല, r d തീറ്റ ഇൻറ്റു dl ഫൈൻ്റെത് നോക്കിക്കോളൂ, r sin തീറ്റ d ഫൈ. ഫൈ ക്യാപ്പ് വേണ്ട, അത് ഡയറക്ഷൻ പറയുമ്പോഴല്ലേ. നമുക്ക് ഇവിടെ മാഗ്നിറ്റ്യൂഡ് വേണ്ട, വോളിയം ആണ് കാണുന്നത്. ഇറ്റ്സ് എ സ്കേലാർ, സോ we only need the magnitude of these three things. Okay, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തേരി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരുമിച്ചിട്ട് ഇപ്പം എന്താ വരിക? ആറും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, r സ്ക്വയർ അടുത്ത സൈൻ തീറ്റ. ഓക്കെ, dr d തീറ്റ dr എഴുതുന്നത് അണ്ടർലൈൻ ചെയ്യാം, d തീറ്റ d5. അപ്പൊ എല്ലാം ഇടാൻ പോയില്ലേ? റൈറ്റ്. അപ്പോൾ എലമെന്റൽ വോളിയം, സ്മോൾ എലമെന്റൽ വോളിയത്തിനുള്ള ഇക്വേഷൻ കിട്ടി. എന്താണ്? d2 ഈക്വൽ ടു r സ്ക്വയർ sin തീറ്റ dr d തീറ്റ d5. അപ്പോൾ നിങ്ങൾ
SPCയിലാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നതെങ്കിൽ, വോളിയം ഇന്റഗ്രേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ d ഈക്വൽ ടു നേരത്തെ ഓർമ്മ ഉണ്ടാവും dx dy dz എടുത്തത് പകരം ഇവിടെ r² sin θ dr d θ d phi എടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് വേണം ഇന്റഗ്രേഷൻ ചെയ്യാൻ. ഓക്കെ റൈറ്റ്. അപ്പൊ ഞാൻ ഇതും കൂടെ അവിടെ മാറ്റി എഴുതാം. d that's not vector equal to r² sin θ dr d θ d phi. നിങ്ങൾക്ക് വേണേൽ r² dr sin θ d θ d phi അങ്ങനെയൊക്കെ ചെയ്താലേ എന്താക്കാൽ ഇങ്ങനെ ആക്കി വെച്ച് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin θ d θ ഒരുമിച്ച് എഴുതണം, r² dr ഒരുമിച്ചില്ല ഒരു ഇന്റഗ്രേഷനിൽ വരണം. ഓക്കെ, സെയിം പാർട്ടൊക്കെ ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അവിടെ x ഒരുമിച്ചെടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്തപോലെ y ഒരുമിച്ചെടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്തപോലെ ഇവിടെ അങ്ങനെ ചെയ്യണം, അത്ര മാത്രം. ഓക്കെ, സോ ലെങ്ത് y, വോളിയം എനി ഏരിയ. റൈറ്റ്, അവിടെ പറ്റ് നിർത്താം. സോ ലിസൺ, ഇത് മാച്ചോട്ടെ. ഇതൊരു ആ റേഡിയസിൽ ഒരു സ്പിയർ, സർക്കിൾ അല്ല സ്പിയർ ആണ് അത്. റൈറ്റ്, അപ്പോൾ ഇവിടെയുള്ള ഒരു സ്മോൾ ഏരിയ. ഓക്കെ, ഇതാണ് എനിക്ക് കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടത്തേക്കുള്ള എന്താ പറയാ, ഇങ്ങനെ വരക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വരക്കുന്നത്. ഞാനൊരു സ്മോൾ ഏരിയ, ഇതാണ് എൻ്റെ DA. ഓക്കെ, ആ DA എങ്ങനെ എഴുതുന്നതാണ് ചോദ്യം. ഒരു സ്പിയറിന്റെ മേലെയുള്ള സ്മോൾ ഏരിയ DA, അതെങ്ങനെ എഴുതും? തീർച്ചയായിട്ടും സ്പിയറിന്റെ മേലെ ആയതുകൊണ്ട് r മാറാൻ പോകുന്നില്ല, dr 0 ആണ്. കാരണം there is no change in r. r മാറുന്നുണ്ടോ? ഇല്ല, r is a constant, അതുകൊണ്ട് dr എന്താണ് 0 ആണ് അല്ലേ. അപ്പോ സ്മോൾ ഏരിയ DA എന്ന് പറയുന്നത് ഏതൊക്കെ കോർഡിനേറ്റിന്റെ ആയിരിക്കും? സാധാരണ നമ്മൾ ഇപ്പോൾ XY പ്ലെയിൻ ഏരിയ കാണുന്നെങ്കിൽ, ഈ ഒരു ഏരിയ നിങ്ങൾ കാണുന്നെങ്കിൽ ഇതെന്താ വരിക? ഈ ലെങ്ത് അത് y-ലെ സ്മോൾ എലിമെന്റൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ് dy ആണ്. ഇനി ഈ ലെങ്ത് മൾട്ടിപ്ലൈ, ഈ ലെങ്ത് എന്താ? അത് x ആക്സിലെ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് dx ആണ്. അപ്പൊ ഈ ഏരിയ എത്രയാ? dx × dy അല്ലേ. ഡയറക്ഷൻ z ഡയറക്ഷൻ k ക്യാപ് അല്ലേ. അപ്പൊ ആദ്യം നമുക്ക് മാച്ച് ഡയറക്ഷൻ പിന്നെ അല്ലേ. അപ്പൊ അതുപോലെ ഇവിടെ r കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഫൈയിലുള്ള, ഇത് തീറ്റയിലുള്ള ചേഞ്ച്, ഇത് ഫൈയിലുള്ള ചേഞ്ച് അല്ലേ. അതായത് തീറ്റയുടെ ഡയറക്ഷനിലുള്ള ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ dx dy ചെയ്ത പോലെ ഇൻറ്റു ഇനി ആരെ ഫൈയുടെ ഡയറക്ഷനിലുള്ള ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ്. റൈറ്റ്, ഇനി ഈ ഏരിയയുടെ ഡയറക്ഷൻ നമ്മൾ ഏരിയക്ക് നോർമൽ ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞത് r ക്യാപ്പിന്റെ ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ DA ഒരു സ്പിയറിന്റെ മേലെയുള്ള സ്മോൾ ഏരിയയുടെ ഡയറക്ഷൻ അതിന്റെ റേഡിയസിന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും r ക്യാപ്പ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം dl തീറ്റ എന്താ? DA ഈക്വൽ ടു, ശരിക്കും ഈ വെക്ടറിന്റെ സൈൻ എയുടെ മേലെയാണ് ഉണ്ടു. ഞാൻ എഴുതുമ്പോൾ മൊത്തം ഇങ്ങനെ ഇടുന്നുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക എയുടെ മേലെയാണ്. ഇത് സ്മോൾ എന്നുള്ള ഡെറിവേറ്റീവിന്റെ d ആണ് അല്ലേ. അപ്പൊ എയുടെ മേലെ വരണം, വാട്ട് എവർ, നോ പ്രോബ്ലം. dl തീറ്റ എന്താ? dl തീറ്റ വെച്ചാൽ r d തീറ്റ, r d തീറ്റ. ഓക്കെ, dl ഫൈ എന്താ? യെസ്, r sin തീറ്റ d phi, ഡയറക്ഷൻ r ക്യാപ് ആണ്. അപ്പൊ DA ഈക്വൽ ടു r × r സ്ക്വയർ. അപ്പൊ r എടുത്തു, ഇനി sin തീറ്റ ഉണ്ട്, sin തീറ്റ d തീറ്റ d phi, d തീറ്റ d phi. ഓക്കെ, ഇൻറ്റു ഡയറക്ഷൻ r ക്യാപ്. സോ ഒരു സ്പിയറിന്റെ മുകളിലുള്ള ഏരിയ, എല്ലാ സ്ഥലത്തും അല്ല പറഞ്ഞത്, ഇങ്ങനെ സ്പിയർ എടുത്തു കഴിഞ്ഞാൽ ഈ സ്മോൾ ഏരിയ DA, ഡയറക്ഷൻ റേഡിയസ് ഡയറക്ഷൻ r ക്യാപ് ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ r² sin θ d θ d phi ആണ്. റേഡിയസ് മാറാത്തതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും കാണില്ല. ഓക്കെ, സോ DA is r² sin θ d θ d phi. ഇത് ബൈ ഹാർട്ട് പഠിക്കണ്ട, എങ്ങനെ കാണുമ്പോൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ദാറ്റ് വി ക്യാൻ കൺസ്ട്രക്ട് ദിസ്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോലെ. ഫൈൻ, ഒരു കാര്യം കൂടെ എന്നിട്ട് നമുക്ക് നിർത്താം. ഇപ്പോ സപ്പോസ് ഇത് ഞാൻ എടാ DA ഏതാ? സ്പിയറിന്റെ മേലത്തെയാണ്. ഈക്വൽ ടു എന്താണ്? r² sin θ d θ d phi r ക്യാപ്. ക്ലിയർ ആണ്? d θ d phi അത് രണ്ടെണ്ണേ വരുള്ളൂ, കാരണം ഏരിയ ആണ്. റൈറ്റ്, ഓക്കെ.
Now I can clear all this. Now suppose I want to calculate the area on xy plane. xy plane എന്ന് പറഞ്ഞാൽ നമ്മുടെ വെക്ടർ ദാ ഇവിടെ വരും അല്ലേ, ഇതാണ് എൻ്റെ r എന്ന് പറഞ്ഞ വെക്ടർ. റൈറ്റ്, നമ്മുടെ ഇത് സ്പിയർ നോക്കണ്ടേ, എനിക്ക് ദാ ഇവിടെ ഉള്ള ഒരു ഏരിയ ആണ് കണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഇതാണല്ലോ എൻ്റെ r. റൈറ്റ്, ഇതാണ് എൻ്റെ r. അപ്പോൾ XY പ്ലെയിനിലാണ് എൻ്റെ പൊസിഷൻ വെക്ടർ r വരുന്നതെങ്കിൽ z ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, π/2 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ z ആക്സിസും XY പ്ലെയിനും തമ്മിൽ ആംഗിൾ എത്ര? 90 അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഈ ഏരിയയിലേക്കുള്ള z ആക്സിസ് ആംഗിൾ π/2 ആണ്. അപ്പൊ തീറ്റ z ആക്സിസുമായിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് തീറ്റ ആണല്ലോ, അത് എപ്പോഴും എത്രയാ? π/2 കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ XY പ്ലെയിനിലുള്ള ഏരിയ ആണ് കാണുന്നതെങ്കിൽ SPCയിൽ തീറ്റ എപ്പോഴും π/2 ആയിരിക്കും, XY പ്ലെയിൻ ആയതുകൊണ്ട്. ഇത് ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ സാധാരണ വെക്ടർ വരാറ്. ബട്ട് ആ വെക്ടർ XY പ്ലെയിനിലാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ചിത്രത്തിൽ കാണുമ്പോൾ കുറെ തോന്നും, ബട്ട് അതായത് XY പ്ലെയിൻ ആണ്, Z ആണ്, 90 ആയിരിക്കും, നമുക്കറിയാം, π/2 ആണ്. അതുകൊണ്ട് തന്നെ d തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരേ മാറുള്ളൂ? r മാറാം, ഫൈ മാറാം, തീറ്റ കോൺസ്റ്റന്റ് ആണ് അല്ലെ. XY പ്ലെയിൻ എന്ന് പറഞ്ഞാൽ തീറ്റ എപ്പോഴും 90 ആയിരിക്കും. അതുകൊണ്ട് തന്നെ dA എന്താ വരിക? dl r dl സോറി ഫൈ, തീറ്റ മാറില്ലല്ലോ. ഓക്കെ, ഇൻറ്റു ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? XY പ്ലെയിൻ അല്ലേ, നേരെ ഏതാ ഡയറക്ഷൻ? തീറ്റ ക്യാപിറ്റൽ ഡയറക്ഷൻ ആണ്. ക്ലിയർ? ഇതിന് നോർമൽ ആയിട്ടല്ലേ ഡയറക്ഷൻ വരിക. റൈറ്റ്, ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് തീറ്റയാണ്, തീറ്റയുടെ ഡയറക്ഷൻ ആണ്. അപ്പോൾ ഈ നമ്മളെ ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സോ തീറ്റ ക്യാപ്. ഇനി ഇതോടൊന്നും കൊടുത്താൽ പോരാ. dl r എന്താ? dl ഫൈ എന്താ? r സൈൻ തീറ്റ d ഫൈ. ഇനി യു തീറ്റ ക്യാപ്. റൈറ്റ്, ഇത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ r സൈൻ തീറ്റ dr d phi theta cap, that is our dA. ഓക്കെ, കഴിഞ്ഞിട്ടില്ലേ? ഒരു കാര്യം ഇവിടെ അത് ചില ആളുകൾ ഇപ്പോൾ കത്തിയിട്ടുണ്ടാവും. കാരണം തീറ്റ എത്രയാ? π/2, സൈൻ π/2 1, സോ ഇത് 1 ആയി. ഓക്കെ, സോ r dr d phi theta cap. യെസ്, അപ്പോൾ dA XY പ്ലെയിനിലാണെങ്കിൽ DA ഏത് നിങ്ങളുടെ XY പ്ലെയിനിലാണെങ്കിൽ എന്താ വരിക? r dr d phi theta cap. Okay, right. So we find out infinitesimal length, infinitesimal area now, and infinitesimal volume. Okay, so we will see in the next class. ഒരുപാട് സമയമായി, നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ് കൂടെ കിട്ടിയാലേ നമുക്ക് SPC തീരുള്ളൂ. റൈറ്റ്, സോ താങ്ക് യു.